Hello everyone, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ തിരിച്ച് യുഎയിലേക്ക് പോവാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിസയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് വിസ കിട്ടും. എന്ന് കിട്ടുന്നതിന്റെ നെക്സ്റ്റ് ടിക്കറ്റ് എടുത്ത് പോകും എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. കാരണം മിച്ചുള്ളതിനെ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല. കാരണം ഞാൻ മിച്ചു മാത്രമാണ് പോകുന്നത്. അതിനോട് ലഗേജ് കൂടുതലായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ വരുന്നുണ്ട്. കസിൻസ് എൻ്റെ ബ്രദർ വരുന്നുണ്ട്. അപ്പം അവൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ കൊടുത്തയക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്താണ് ഞാൻ പോയതിന് ശേഷമായിരിക്കും വരിക. അപ്പൊ വന്നതിന് ശേഷം ഞാൻ എന്താണെങ്കിൽ ഞാൻ അൺപാക്കിംഗ് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താണ് നാട്ടിൽ നിന്ന് വന്നതിൻ്റെത്. അപ്പൊ അതിൽ ഞാൻ എന്താണെങ്കിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അതുപോലെ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടും വാങ്ങിച്ച 2-3 സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആ പ്രൊഡക്ട്സ് കാണുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നതിന് കൂടെ. അപ്പം ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ മമാഅർത്തിന്റെ ബ്രിങ്കംല ഹെയർ ഓയിൽ ആണ്. ഈ പ്രൊഡക്റ്റ് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ റുട്ടീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹെയർ ഓയിൽ ഇപ്പൊ നമ്മൾ കാച്ചിയ എണ്ണയൊക്കെ തേക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി എബ്രോഡൊക്കെ കൊണ്ടുപോകണം എന്നാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ കുറച്ച് നല്ലത്. ഇതിൽ ബ്രിങ്കരാജും അംല എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ലിക്കും കൂടി കൂടിയിട്ടുള്ളതാണ്. അപ്പം അത്യാവശ്യം നമ്മളെ ഹെയറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോട്ടിലുണ്ട്. പിന്നെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ ബ്രിങ്കരാജ, അംല, ബ്രഹ്മി ഉണ്ട്, മേത്തി, അതുപോലെ ഷിക്കക്കായ് ഉണ്ട്. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളതിനെ കൊണ്ടാണ് ഇത് ഞാൻ ബേസിക്കലി വാങ്ങിച്ചത്. കാരണം ഒരു ഹെർബൽ ഓയിൽ നമ്മളെ തലയിൽ തേക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മുടി കട്ട് ചെയ്യാൻ. നല്ല ലോങ് ആണ് ഇപ്പൊ ഹെയർ. അപ്പൊ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ചൂടാണ്, നല്ല ചൂടാണ്. അത് കൂടാതെ മിച്ചുള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് ഹെയർ ഒക്കെ കെയർ ചെയ്യാന്ന് പറയണ ഒന്നും നടക്കുന്നില്ല. കാരണം ഞാൻ യൂഷ്വലി ചെയ്യല് ഞാൻ പറഞ്ഞില്ല ഉള്ളി തലയിൽ തേക്കുന്നുള്ളത്, അതേപോലെ തന്നെ മുട്ട തലയിൽ തേക്കും. അതൊന്നും ഇപ്പം മിച്ചുള്ളതിനെ കൊണ്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ അതിന് പകരം ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ എൻ്റെ ഹെയറിന്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബ്രിങ്കംലന്റെ തന്നെ ഷാംപൂ കണ്ടീഷണർ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഇതും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഷാംപൂ കണ്ടീഷണർ ഇത് ഒരു പാക്ക്, അതായത് ഒരു ഫുൾ ഒരു 3 എണ്ണം കൂടി ഉള്ളതായിട്ടും വാങ്ങിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടും വാങ്ങിക്കാം തോന്നുന്നു. ഷാംപൂ കണ്ടീഷണർ ഇതിന്റെ കൂടെ ഇതൊരു ഒരുമിച്ചിട്ടുള്ളത് അതിനെക്കൊണ്ട് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാംപൂ കണ്ടീഷണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഷാംപൂ കണ്ടീഷണർ തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. പക്ഷെ ഈ ഒരു ഓയിൽ എന്താണെങ്കിലും അതേപോലെ നല്ല സ്മെല്ലാണ്, നല്ല ഗ്രീൻ കളറാണ്. ഇതിന് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, സൈഡിൽ എവിടെ കാണിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അധിക വീഡിയോസ് ഇടുമ്പോഴും കുറെ പേര് അതിനകത്ത് ഡീറ്റെയിൽസ് ചോദിക്കും, ഇതിന്റെ ലിങ്ക് ഇടുമെന്നൊക്കെ. ഞാൻ ഓൾറെഡി ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇനി അതുമല്ല നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാൻ അറിയില്ല, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും എൻ്റെ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ലിങ്കൊക്കെ. അപ്പം ഞാൻ ചിലപ്പം വിട്ടുപോയി തിരക്കിൻ്റെ ഇടയിൽ നോക്കാം, മീൻസ് ഈ ലിങ്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട് എനിക്ക്. പക്ഷെ കിട്ടുന്നതാണെങ്കിൽ എന്താണെങ്കിൽ ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ അത്ര തന്നെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. നെക്സ്റ്റ് എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഞാൻ ഹെയറിൽ ഈ ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്ന ആളെല്ലാം ഭയങ്കര കുറവായിട്ടാണ് ഈ ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ഹീറ്റിംഗ് ടൂൾസ് വല്ലാണ്ട് യൂസ് ചെയ്യുന്നത് കേളർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഇൻസ്റ്റാഗ്രാമിലും കൂടി ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നതിനെ കൊണ്ട് ഞാൻ കുറച്ചും കൂടി എന്താ പറയാ കാണാൻ ഒരു ഡിഫറൻസ് തന്നെ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു സ്ട്രെയിറ്റ്നർ ആണ്. ഇത് ഫിലിപ്സിന്റെ സ്ട്രെയിറ്റ്നർ ആണ് കേട്ടോ. ഫിലിപ്സിന്റെ ആണ്, അടിപൊളിയാണ്. ഐക്കോണിക് കെരാറ്റിൻ എന്തോന്നാണ് പേര് താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. പിന്നെ ഇതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയാ
90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അതിനെക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ ലോക്ക് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മൂവ് ചെയ്യില്ല. അപ്പൊ അൺലോക്ക് ചെയ്താൽ ഇങ്ങനെയാവും ചെയ്യും. പിന്നെ ഈ ടെമ്പറേച്ചർ ആണെങ്കിലും സെറ്റ് ചെയ്യാൻ കുറെ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 160. ഞാൻ ബേസിക് ടെമ്പറേച്ചറിലാണ് ഇടുക. 160 ഇട്ടിട്ടാണ് ഞാൻ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ റെഗുലർ ആയിട്ട് ഒന്നും ചെയ്യില്ല. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരുപാട് പ്രാവശ്യം ചെയ്യുന്നില്ല. പിന്നെ ഹെയറിന് കുറച്ചും കൂടി നല്ലത്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെക്കൊണ്ട് ഇതിങ്ങനെ നല്ല റിവ്യൂസ് കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ പേരിട്ടിട്ട് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ വാങ്ങിച്ചതാട്ടോ. ഒരാഗ്രഹത്തിന്റെ പുറത്ത് വാങ്ങിച്ചതാണ്. വല്ലാണ്ട് യൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയ ഹെയറിൽ ഇങ്ങനത്തെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഇത് സ്ട്രെയിറ്റ്നർ. അടുത്തത് കുറച്ച് ചെരുപ്പുകൾ കാണിച്ചു തരാട്ടോ. ചെരുപ്പുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വൺ. കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് കാണുന്നത് കുറവാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇതാണ് കേട്ടോ. ഇത് CLന്റെ ആണ്. നല്ല ബ്രാൻഡാണ് CLന്റെ ഒക്കെ വരുന്നത്. നല്ല ക്വാളിറ്റി ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ആജിയോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ആജിയോയിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഡെലിവറി ചാർജ് അടക്കം 650 എന്തോ ആയിട്ടുണ്ട്. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇങ്ങനെ ഫ്ലാറ്റ് ചെരുപ്പ്. അമ്മ കുറെ ആയിട്ട് പറയണ്ടായിരുന്നു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതിനെക്കൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പ്രായമായിട്ടില്ല. പക്ഷെ എന്നാലും അമ്മ എപ്പോഴും പപ്പനെ കൂടെ പോയിട്ട് വാങ്ങിക്കും. പപ്പയ്ക്ക് 60 above ആയതിനെക്കൊണ്ട് അധികം അങ്ങനെ പോവാറില്ല പുറത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഓൺലൈനിൽ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ചെരുപ്പ്. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ CL എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനം ആയതിനെക്കൊണ്ട് തന്നെ കുറെ ലാസ്റ്റ് ചെയ്യും. പിന്നെ അമ്മയ്ക്ക് ഇപ്പം ഹീൽസ് അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പൊ ഫ്ലാറ്റ്സ് ആണ്, നല്ല സോഫ്റ്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് വേദന അങ്ങനെയൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ നോക്കിയിട്ട് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ അധികം സാരീസിന്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇടാൻ വേണ്ടി പറ്റും. ഇവൻ സൽവാസ് യൂസ് ചെയ്യുന്നവർക്കും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇവൻ നമ്മുടെ ഏജിലുള്ളവർക്കും ഈ ഫ്ലാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗി. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സൈസും ഇതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കണം. എനിക്ക് 2-3 ചെരുപ്പ് വാങ്ങിയ റിട്ടേൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ സിസ്റ്ററിലൊക്കെ കൊടുത്ത്, കാരണം സൈസ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ ഓൺലൈൻ സാധനം വാങ്ങിക്കും, ഈ ചെരുപ്പൊക്കെ വാങ്ങും. ഞാൻ ഇപ്പോഴാണ് ഈ ചെരുപ്പ് ഡ്രസ്സൊക്കെ ഓൺലൈൻ വാങ്ങാൻ തുടങ്ങിയത്. അപ്പം എങ്ങനെയാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ എന്താണ് പെട്ടെന്ന് ഇടുന്നുണ്ട്. എപ്പോഴും പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് ബിസിയാണ്, നല്ല ബിസിയാണ്, അതിനെക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത ചെരുപ്പ് കാണാം കേട്ടോ. അടുത്തതും CLന്റെ തന്നെയാണ്. ഈ ഒരു സ്ലിപ്പർ ഷൂസ് ആട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗി. ഞാൻ കുറച്ച് പ്രാവശ്യം ഇട്ടതിനെ കൊണ്ടായിരുന്നു ഞാൻ ബാക്ക് സൈഡ് കാട്ടുന്നില്ല, കാരണം നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇതിന്റെ ഹീൽസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കിച്ചൺ ഹീൽ എന്നാണ് പറയാ. കുട്ടി ചെറിയ ഹീൽസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹീൽസ് അധികം ഭയങ്കര പോയിന്റഡ് ഇങ്ങനത്തെ യൂസ് ചെയ്യാത്തവർക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ചെറിയ ഹീൽസ് ആണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ, നല്ല ഭംഗി. ഇങ്ങനെ പോയിന്റഡ് ടോസ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പൊ നമുക്ക് നല്ല സൽവാസിന് കൂടി ഇടാൻ വേണ്ടി പറ്റും, സാരീസിന് കൂടി ഇടാൻ പറ്റും, നമുക്ക് ഫോർമൽസിന് കൂടിയും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലൈറ്റ് എന്താ പറയണ്ടേ, എന്ത് കളറാണ് പറയുന്നത്, ഒരു ലൈറ്റ് പിങ്ക് കൂടിയൊരു കളറാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിന്റെ ഞാനൊരു ബേജ് കളറാണ് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത്. സൈസ് മാറിപ്പോയി, അത് ഞാൻ സിസ്റ്ററിലൊക്കെ കൊടുത്ത്. അപ്പൊ അവളാണ് യൂസ് ചെയ്യുന്നത്. ഇതും എനിക്കൊരു കുട്ടിക്ക് വലുതാണ്. അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന ഈ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഇതിന്റെ സൈസ് 35 ആണ്. സൈസിൽ നോക്കുമ്പോൾ എനിക്ക് 2.5 മതി. 3 എടുത്താൽ കുറച്ച് വലുതാ. ഇത് ഞാൻ 3 തോന്നുന്നു എടുത്തത്. 3 അല്ല 4 എടുത്തത്. ഇപ്പൊ 3 മതിയാകും. ചിലതൊക്കെ 3 ആണെങ്കിലും എനിക്ക് കുറച്ച് ലൂസ് ആവാറുണ്ട്. അപ്പം അങ്ങനെ. അപ്പൊ ഇതാണ് എന്റെ സ്ലിപ്പേഴ്സ് സെക്കൻഡ് ഷൂവിൽ വരുന്നത്. അടുത്തത് വാങ്ങിച്ചതും ഇതാണ് കേട്ടോ. ഇത് ഏതാണ്, ലണ്ടൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ചെരുപ്പാണ് വാങ്ങിച്ചത്. ഇതും ചെറിയ ഹീൽസ് ഉണ്ട്, ഹീലുണ്ട്. ഇതും ഞാൻ കുറെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം മുതലാക്കിയിട്ടുണ്ട്. ഇപ്പൊ വാങ്ങിയിട്ടാണ് 2 വീക്സ് ആയിട്ടുള്ളൂ, പക്ഷെ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാൻ പറ്റത്തില്ല.
കണ്ടോ, ഇങ്ങനത്തെ ഹീൽ ടൈപ്പാണ് വരുന്നത്. ഇത് വൈറ്റ് ആയതിനെക്കൊണ്ട് നമ്മളെ നാട്ടില് എസ്പെഷ്യലി നമ്മളിപ്പോ നടക്കുകയാണെങ്കിൽ വേഗം അഴുക്കാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ആളാണ് അത് ഞാനല്ലാതെ തന്നെ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇവിടെയൊക്കെ ഈ ഒരു കളർ ഇങ്ങനെ വരയും ഒക്കെ വീണിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ മറ്റേ നമ്മുടെ ക്ലാസ് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഏത് ക്ലാസ്സാണ്, മേക്കപ്പ് ക്ലാസ്സിന് പോയപ്പോൾ അവിടെ റോഡ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ആ സമയത്ത് ഈ ചെരുപ്പായിരുന്നു ഇട്ട് പോയത്. അന്ന് കൊളായത് ഈ ചെരുപ്പ്. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണുള്ളത്. അപ്പൊ നമ്മളെന്നെ ഫംഗ്ഷൻസിന് മാത്രം പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ വൈറ്റ് ചെരുപ്പുകൾ കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ്. അപ്പൊ ഇത് ഈ രണ്ടെണ്ണം കേട്ടോ, ഈ ഷൂസും പിന്നെ ഇതും ഞാൻ വാങ്ങിച്ചത് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. മിന്ത്രയില് ഇതിനെനിക്ക് തോന്നുന്നു 1000 സംതിങ് ആയിട്ടുണ്ട്. ഇതിന് ഒരു 800-നുള്ളിലാണ് തോന്നുന്നു. അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അവള് പ്രഗ്നന്റ് ആണ്, അമ്പിളി എന്നാണ് പേര് അറിയാലോ അല്ലേ. അപ്പൊ ഇതാണ്, ഇത് ഇമ്പോർട്ടിക്ക എന്നിട്ടുള്ളൊരു ബ്രാൻഡ് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആഫ്റ്റർ ഡെലിവറി ഇട്ട ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇമ്പോർട്ടിക്കന്നെ വാങ്ങിച്ചത്. അവരുടെ തന്നെ സെയിം സംഭവമാണ് ഈ ഒരു പ്രഗ്നൻസി ബെൽറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത്. അപ്പൊ ആള് പ്രഗ്നന്റ് ആണ്. അത് കൂടാണ്ട് നമുക്ക് നല്ല വയറൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ പെൽവിക് ഏരിയ ഉണ്ടാവുമല്ലോ, ഈ പെൽവിസ് ഏരിയന്റെ അവിടെ നമുക്ക് വെയിറ്റ് പ്രഷർ വരാൻ വേണ്ടിയിട്ടും അത് നമുക്ക് ബാക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ടും പിന്നെ പെൽവിക് ഏരിയയിൽ പെയിൻ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെൽറ്റ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ബെൽറ്റ് ഉള്ളത്. ഇവിടേക്ക് കുറച്ചൊരു ബൾജിങ് കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും, എങ്ങനെ ഇരുന്നിട്ട് കാണിക്കാം. ഇവിടെ ഒരു ചെറിയൊരു ബൾജിങ് ഉണ്ട്. ഇതാണ് വയറിന്റെ പുറം ഭാഗത്തേക്ക് വരുന്നതും ഉൾഭാഗത്തേക്ക് ഈ ഒരു ഭാഗമാണ് വരുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. കൂടാണ്ട് ഇത് സ്ട്രെച്ചബിൾ ആണ്. അപ്പൊ നിങ്ങൾ വയറിന് ഭയങ്കര ബലം വരുത്തൊന്നുമില്ല. അതേപോലെ തന്നെ ഇവിടെ കണ്ടിങ്ങനെ സ്റ്റിക്കർ പോലെ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന ഇതുകൊണ്ട് ഇത് ഫ്രീ സൈസാണ്. ഏത് സൈസുകാർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെ ിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന്റെ അവിടെ വെച്ചിട്ട് ഇത് കൊടുക്കുന്നതിന് പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് ഭയങ്കര നല്ലതാണ് പ്രഗ്നൻസി സമയത്തുള്ള ബാക്ക് പെയിൻ ഒക്കെ നല്ലതാ. അപ്പം എനിക്ക് വാട്ടർ ലെവൽ കൂടുതലായതിനെ കൊണ്ടും അതുപോലെ ഞാൻ പറഞ്ഞ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് വാട്ടർ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് എനിക്ക് ഒരു നമുക്ക് എന്തോ ഒരു കനൽ പോലെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്ക് പെയിൻ വളരെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പറഞ്ഞു തന്നെങ്കിലും പക്ഷെ എനിക്ക് ഇത് അവൈലബിൾ ആയിട്ടുണ്ടായിട്ടില്ലായിരുന്നു ഓൺലൈനിൽ. അപ്പൊ അതിനെക്കൊണ്ട് എനിക്ക് വാങ്ങാനും പറ്റിയിട്ടില്ല. പിന്നെ ഇത് അത്യാവശ്യം പ്രൈസി ആണ്. ഇതിന് 2000 സംതിങ് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു പ്രഗ്നൻസി ബെൽറ്റ് എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് ഇത് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും പ്രശ്നമായിരുന്നു ഒരു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പം എന്തായാലും അവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കാൻ ഈ ഒരു പ്രഗ്നൻസി ബെൽറ്റ്. അപ്പം താങ്ക് മീ ലേറ്റർ അമ്പിളി. നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നിനെ പറ്റിയിട്ടും വല്ലാണ്ട് നീട്ടി വലിക്കാണ്ട് സ്ക്രീനിൽ കാണിക്കുന്നത് കേട്ടോ. കൂടാണ്ട് ഇമ്പോർട്ടിക്കെന്ന് വാങ്ങുകയാണെങ്കിൽ എന്റെ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 10% 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. മീൻസ് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക കമ്മീഷൻ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകണമൊന്നുമില്ല. ഇത് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ കുറെ പേര് ഇങ്ങനെ ചോദിക്കും പ്രമോഷനാൽ നിങ്ങൾക്ക് ഇതിന്ന് അങ്ങനെ എന്തൊക്കെയോ കൂത്ര കമന്റ്സ് ഒക്കെ വരും. അപ്പം ഇങ്ങനെ നമ്മൾ കൂപ്പൺ കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വെച്ചിട്ടാണ്. അല്ലാണ്ട് അതിന് നമുക്ക് കമ്മീഷൻ ഒന്നും കിട്ടുന്നില്ല, 5 പൈസ കിട്ടാറില്ല. അപ്പൊ അതാണ് ഒരു സംഭവം. പിന്നെ പ്രഗ്നൻസിന്റെ കാര്യമാണ്, അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്, നിങ്ങൾ ഇഷ്ടത്തിന് യൂസ് ചെയ്യുക. എനിക്ക് നല്ലത് തോന്നുന്ന ഞാൻ കാണിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി പ്രഗ്നൻസിന്റെ സമയത്തുള്ളത്. ബിക്കോസ് that period is like crucial time. I know personally. അതിലൂടെ പോയ ആളാണ്. അതിലുണ്ടായ കാര്യങ്ങളും ഡിഫിക്കൽട്ടീസും എൻ്റെ ലൈഫിൽ എന്താ പറയാ എനിക്ക് കുറെ മോറൽസ് തന്നതാണ് ആ ടൈം. അതിനെ കൊണ്ട് അതിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ട.
അടുത്തത് പറയുന്നത് ഞാൻ വാങ്ങിച്ചത് മാസ്ക് ആണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇതുവരെ വാങ്ങിച്ച മാസ്കുകളിൽ എനിക്ക് പേഴ്സണലി എനിക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിയത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാക്കറ്റിൽ 3 എണ്ണമാണ് വരിക. ഒരു പാക്കിന് വരുന്നത് 447 റുപ്പീസ് ആണ്. എനിക്ക് തോന്നുന്നു അതെന്തോ ഓഫറിൽ 300 ആൻഡ് സംതിങ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അറൌണ്ട് ഒരു മാസത്തിന് 100-120 വരെയായിരിക്കും ഏറി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ അത് ക്വാളിറ്റി സൂപ്പർ. ഇത് ഒരു ബ്രാൻഡഡ് എന്താ പറയാ മാസ്ക് ആണ്. ഇത് ഓരോ മാസ്കുകളും ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് വരുന്നത്. ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു പാക്കിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡിന്റെ പേര് മാസ്ക് എന്നാണ്, MASQ മാസ്ക് എന്നാണ് ഇതിന്റെ പേര്. പാക്കേജിങ് തന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ വാങ്ങിച്ചിട്ട് പോകും. പിന്നെ ഞാൻ എല്ലാവർക്കും അറിയുന്ന പോലെ മാൽവിക സിത്ലാനിയുടെ ഭയങ്കര ഫാനാണ്. അപ്പൊ ആളും ഈ വീഡിയോ മീൻസ് ഈ ഒരു മാസ്കിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് എന്റെ ഫേവറേറ്റ് അശ്വ ചേച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അശ്വ ചേച്ചി വീഡിയോയിൽ കാണിച്ചതാണോ ഇൻസ്റ്റാഗ്രാമിലാണോ അത് സ്റ്റോറിയിൽ കണ്ടതാണോ അറിയില്ല. അപ്പൊ ഞാൻ എന്താണെങ്കിലും നോക്കണം. ഇത് ഓൾറെഡി ഞാൻ ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു മാസ്ക് കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് വാഷബിൾ ആണ്. അത് കൂടാണ്ട് 3 ലെയേർഡ് ആണ് ഇത്. പിന്നെ എന്താ നല്ല സോഫ്റ്റ് ഇയർ ലൂപ്പ് ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ, ലൈറ്റ് ഷെയ്ഡായിട്ടത് വരുന്നത്. ഇതിന്റെ ഒരു രസം ഈ ഒരു പ്രിന്റ് നോക്കിക്കേ, ഈ പ്രിന്റ് കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ് ആണ്. പിന്നെ നമുക്ക് സൈസ് സ്മോൾ, മീഡിയം, ലാർജാ തോന്നുന്നു. മീഡിയം ലാർജാ തോന്നുന്നു. ഇവിടെയും കുറച്ച് കുഞ്ഞു പ്രിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. അത് കൂടാണ്ട് ഇതിന്റെ ഒരു ഇത് ഉണ്ടോ, ഇവിടെ ഒരു ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇയറിന്റെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് സാധനം. കാണുന്നുണ്ടോ ഈ ഒരു സംഭവം? ഈ സാധനം ഉണ്ടല്ലോ, അത് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മറ്റേത് നമുക്ക് ഈ ചെവിന്റെ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കും, ലൂസായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ഇത് ഫേസിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന കാണിച്ചു തരാവേ. ഇതിങ്ങനെ ലൂസല്ല. അപ്പൊ നമുക്കിത് പിടിച്ചിട്ട് ടൈറ്റ് ആക്കാം കേട്ടോ. ഇത്രയും ടൈറ്റ് ആക്കിയിട്ട് എന്താ വരാത്ത കണ്ടോ, നല്ല കറക്റ്റ് ആയിട്ട് ടൈറ്റിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതിന്റെ പ്രിന്റ് ആണെങ്കിലും നല്ല അടിപൊളി പ്രിന്റ് ആയതിനെ കൊണ്ട് തന്നെ കിട്ടുവാണ് കേട്ടോ. അപ്പൊ ഇത് ഈ മാസ്കുകൾ വാങ്ങിച്ച് ഞാൻ UAE കൊണ്ടുപോകാൻ, കാരണം അവിടെ ഇങ്ങനത്തെ ഒന്നും കിട്ടുന്നു എനിക്ക് തോന്നുന്നു നല്ല വിലയായിരിക്കും. അപ്പൊ പിന്നെ വാങ്ങാണ്ടായിരിക്കും ഞാൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചതാ. ഇതിൽ പല കളേഴ്സ് ഉണ്ട്. ഇത് പിങ്ക് ആണ്. ഈ ബ്ലാക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഈ ബ്ലാക്ക് ആണ് ഞാൻ മാൽവിക എടുത്ത് കണ്ടത്. കണ്ടോ പ്രിന്റ് കണ്ടോ നിങ്ങൾ? എന്ത് ഭംഗിയ. ഇതിന്റെ ബാക്കിലാണെങ്കിലും ഇവിടെ ഒരു പ്രിന്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാന്. പിന്നെ ഇതിന്റെ പാക്കിങ്ങിനാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു വൈറ്റ്, ഇത് പൊട്ടിച്ചിട്ടില്ല, അതൊന്നും അമ്മ എടുത്തിട്ടില്ലേ കവറിന്. ഈ ബ്ലാക്ക് നല്ല ഗോർജിയസ് ആണ് കേട്ടോ. നോക്കിക്കാൻ ഈ ബ്ലാക്ക് അല്ല വൈറ്റിൽ കുഞ്ഞ് പ്രിന്റ് നമുക്ക് ഏത് ഡ്രസ്സിനും കൂടെ ഇടാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 3 എണ്ണം വരുന്നത് ഒരു പാക്കിലാണ്. അതിന്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനൊരു സംഭവം തരുന്നുണ്ട്. നോക്കിക്കാൻ അവരെ ബ്രാൻഡ് ഇങ്ങനെ മാസ്ക് നേടിയിട്ട് ഇത് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ ഈ ഒരു ബീഡ് ഉണ്ട്. ഇത് നമുക്ക് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ക് ഇതിലിട്ടിട്ട് ഈ വയർ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോവാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തൂക്കിയിട്ട് കൊണ്ടുപോവാം. എക്സ്ട്രാ മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. നല്ല രസമല്ലേ? ഒരു തോട്ട്ഫുൾ സംഭവം ആട്ടോ ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ഈ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ ഒന്ന് വാങ്ങിച്ചു, ഒരു പാക്കറ്റിൽ ഉണ്ടായതാണ് ഇത്. ഇതിന്റെ വേറൊരു കളർ 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇങ്ങനെ ഒന്നും കൂടി തന്നിട്ടുണ്ട് ഈ മാസ്ക് ക്യാരി ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പാക്കറ്റിൽ ഉണ്ടായ കളേഴ്സ് ഏതൊക്കെയാന്ന് കാണിച്ചു തരാറ്. 3 എണ്ണം ഉണ്ടാവും ഒരു പാക്കറ്റ്. അപ്പം ഇത് ഒരു ബ്ലൂ കളറാണ്. ബ്ലൂ ഞാനിത് ചിലതൊന്നും തുറന്നിട്ടില്ല. അപ്പൊ എനിക്ക് വൈറ്റ് തുറക്കുന്നില്ല കേട്ടോ, കാരണം അത് തുറന്നപ്പം അഴുക്കായ എന്റെ മനസ്സ് പൊട്ടു. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ബ്ലൂ കളർ, ബ്ലൂല് കണ്ടോ ഇങ്ങനെ പ്രിന്റ് വന്നിട്ട് ഈ സൈഡിലും കുഞ്ഞു
പ്രിന്റുകളുണ്ട് കേട്ടോ. ഇതാണ്. പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു ഗ്രീനിലാട്ടോ, ഗ്രീൻ കളറിലാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളതാ. പിന്നെ അടുത്തത് ഈ ഒരു ലാവൻഡർ കളറായിട്ട് ഇങ്ങനെ 3 അപ്പോൾ അങ്ങനെയാണ് മാസ്ക്. അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു പർച്ചേസിൽ. ഞാനൊന്ന് മുടി കെട്ടി വെച്ചാട്ടോ. ഇനിയും ഞാൻ ഇങ്ങനെ മുടി അയച്ചിട്ടിട്ട് ഈ ചൂടത്തിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ സുഖം വരും. അപ്പം അങ്ങനെയാണ്. അപ്പൊ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ വാങ്ങിച്ചതൊക്കെ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇഷ്ടം പോലെ വരാൻ വേണ്ടി കിടക്കുന്നുണ്ട്, ഓർഡർ പ്ലേസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഒരു H&Mന്റെ ഒരു ജീന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്ബെറിന്റെ ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു LPന്റെ ഒരു ബാഗ് വാങ്ങി. 3 മിന്ത്രന്ന് വാങ്ങിച്ചു, 3 റിട്ടേൺ പോയി. H&Mന്റെ എന്താ പറയാ ബാഗ് മീൻസ് ജീൻസ് പറയുന്നത് നല്ല ചെറുതായിരുന്നു എനിക്ക് ഉണ്ടായത്. അതിൽ കാണിച്ച മെഷർമെന്റ് ഒന്നുമല്ല കിട്ടിയിട്ടുണ്ടായത്. അപ്പൊ അത് റിട്ടേൺ പോയി. ബാഗ് ആണെങ്കിൽ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു, ചെറിയൊരു സൈഡ്, അതാണെങ്കിലും ഡാമേജ് ആയിട്ട് ഞാൻ റിട്ടേൺ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷൂ വാങ്ങിച്ചതാണെങ്കിൽ വൈറ്റ് ഒരു ഷൂ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായത്. അതാണെങ്കിൽ എനിക്ക് വലുതുമായിരുന്നു. അപ്പോൾ ഒക്കെ റിട്ടേൺ പോയിട്ട് ഞാൻ രണ്ടാമത് ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കണം. പിന്നെ മിന്ത്രാന്റെ ഒരു ഷർട്ട് വാങ്ങിച്ചു, ലിനന്റെ ഷർട്ട് വാങ്ങിച്ചു, ആജിയോന്ന് കേട്ടോ. അതാണെങ്കിലും എനിക്ക് കോളറൊക്കെ ഭയങ്കര വലുത്, ഈ ഒരു ഭാഗം ഭയങ്കര വലുത്, ഇവിടെ കറക്റ്റും ആയിട്ടുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് ഓൺലൈൻ എന്താ പറയാ പർച്ചേസ് എന്ന് പറയുന്നത് എനിക്ക് തലവേദന ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേറ്റ് കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് ഇനി ഞാൻ സ്വന്തമായിട്ട് പുറത്തൊക്കെ പോയിട്ട് വാങ്ങിക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പുറത്ത് പോകാൻ ഭയങ്കര പ്രശ്നമാണ്. കാരണം എനിക്ക് ലാസ്റ്റ് ടൈം എന്താണെങ്കിൽ ഇപ്പം പോണതിന് മുന്നേ ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിലെങ്ങാനും പോസിറ്റീവ് ആയത് പോണമൊക്കെ കുളവും. അതാണ് മെയിൻ പ്രശ്നം. ഇതിന് മിച്ചമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പുറത്ത് പോവാണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ ഒക്കെ ഫ്ലോപ്പ് ആവുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിൽ നമ്മൾ വിചാരിക്കാണ്ട് കിട്ടിയതാണ് ഈ മാസ്ക് പറയുന്നത്. ഭയങ്കര ഹാപ്പിയാണ്, 101%. അപ്പം ഇനിയും ഹോൾ വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ അബായനെ പറ്റി പറയുന്നത്. അപ്പൊ കുറെ പേര് എനിക്ക് ഹിജാബിന് വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നെ, ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ. പക്ഷെ ഒന്നും അത് വർക്ക്ഔട്ട് ആയിട്ടില്ല. അപ്പൊ ഞാൻ മോൾ ഓഫ് അബായാസ് എന്ന് പറഞ്ഞിട്ട് നല്ല അബായാസ് കിട്ടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് അവർക്ക്. UAE അവർക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. കൂടാണ്ട് എനിക്ക് തോന്നുന്നു പെരിന്തൽമണ്ണ ഉണ്ട്, പിന്നെ മലപ്പുറം എവിടേക്കോ ആണുള്ളത്. പക്ഷെ അവർക്ക് ഓൺലൈൻ വഴി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് വീട്ടിലെത്തിച്ചു തരും. അപ്പൊ അവരുടെ ഈദ് കളക്ഷൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ എപ്പോഴും നോക്കുന്നതാണ്. അതിൽ എനിക്ക് ഒരു അബായ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അബായ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നോൺ മുസ്ലിം ആണ്, അതുകൊണ്ട് നീ എന്തിനാ അബായ ഇടുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അബായ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി, ഷ്രഗ് പോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം താഴെ. പിന്നെ നമ്മൾ അബായ എന്ന് പറയുന്നത് എനിക്ക് ഇതിന്റെ സൈസും മെഷർമെന്റ്സ് അറിയില്ല. കാരണം ഫസ്റ്റ് ടൈം ആണ് അബായ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോണത്. പിന്നെ അബായ അത്യാവശ്യം പ്രൈസി ആയിരിക്കും. കാരണം അവള് ക്വാളിറ്റി പറയണത് അത്രയും നല്ലതാണ്. അപ്പം ഞാൻ മോൾ ഓഫ് അബായസിന്റെ ഓണറിന്റെ സ്റ്റോറീസ് ഒക്കെ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാരണം അത് വുമൺ എന്റർപ്രണർ ആണ് ആള്. അപ്പം ആള് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു എന്താ പറയുക പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എസ്പെഷ്യലി യുഎയിൽ ആളാണ്. അപ്പം ആള് പറഞ്ഞ കേട്ട് ആളെ പ്രൊഡക്ട്സ് ഭയങ്കര ചീപ്പ് റേറ്റാണ്, സെക്കൻഡ് ക്വാളിറ്റി മോശമായിട്ട് വിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്ക് 101% ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നമുക്ക് കിട്ടുന്നുള്ളതാണ്. എനിക്ക് അവരിടുന്ന എഫേർട്ട് കണ്ടിട്ടും പിന്നെ അവരുടെ സ്റ്റോറീസ് ഒക്കെ ഭയങ്കര എന്താ പറയാ കുറച്ച് എന്താ പറയാ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. ഭയങ്കര നമുക്ക് ഒരു എന്താ പറയാ യെസ് ഷീസ് ഡൂയിങ് വണ്ടർഫുൾ ജോബ് നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് എസ്പെഷ്യലി തോന്നാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ നമ്മള് പെൺകുട്ടികൾ മുന്നിലേക്ക് വരുന്ന എല്ലാതരം എന്താ പറയാ ഇങ്ങനത്തെ ഓരോ പുതിയ തുടങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും അവരൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കൂടാണ്ട് അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് മോളസ്. എന്താണെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു നോൺ സ്പോൺസർ. അവരെ അടുത്ത് പറഞ്ഞിട്ട് പോലും ഇല്ല, അവർക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയാണ്, കാരണം ഞാൻ എനിക്ക് ഓർഡർ പ്ലേസ് ചെയ്യണം പറഞ്ഞ് നിൽക്കായിരുന്നു. പക്ഷെ എനിക്ക് മെഷർമെന്റ്സ് ഒന്നും ക്ലിയർ ആയിട്ടില്ല. എനിക്ക് പോയിട്ട് മെഷർമെന്റ് നോക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്തായാലും UAE പോയിട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഒക്കെ ഉണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.